യഹൂദ രാജാവായ സിദെക്കീയാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നൊരു പ്രവാചകനായിരുന്നു യിരെമ്യാവ്. ബാബേൽ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ ഞാൻ ഈ നഗരത്തെ ഏൽപ്പിക്കുമെന്ന്, അവൻ അതിനെ പിടിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നുള്ള ആലോചന യിരെമ്യാവ് അറിയിച്ചതിൻ്റെ പേരിൽ അവന് യഹൂദ രാജാവിൻ്റെ അരവനയുടെ കാവൽപ്പുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കെ യഹോവയായ ദൈവം യിരെമ്യാവിനോട് അരുളി ചെയ്തു, നിന്റെ ഇളയപ്പനായ ശല്ലൂമിൻ്റെ മകൻ ഹനമെയേൽ നിന്റെ അടുക്കൽ വന്ന് അനാഥോത്തിലെ എൻ്റെ നിലം മേടിച്ചു കൊള്ളുക, അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിൻ്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. അതെ, യഹോവ അരുളി ചെയ്തപോലെ യിരെമ്യാവിൻ്റെ ഇളയപ്പൻ്റെ മകൻ ഹനമെയേൽ കാവൽപ്പുര മുറ്റത്ത് തൻ്റെ അടുക്കൽ വന്നു. ബെന്യാമിൻ്റെ ദേശത്തെ അനാഥോത്തിലെ എൻ്റെ നിലം മേടിക്കണമേ, അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പ് നിനക്കുള്ളതല്ലോ, നീ ഇത് മേടിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. അങ്ങനെ യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് യിരെമ്യാവ് ഗ്രഹിച്ച് അതിൻ്റെ വില സമ്മതിച്ച് ആ നിലം വിലയ്ക്കു വാങ്ങി. അത് ബാരൂക്കിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ യിരെമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞത്, യഹോവയായ കർത്താവേ, നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുക നിലം വിലയ്ക്ക് മേടിച്ച് അതിനെ സാക്ഷികളെ വിറ്റുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായിരുന്നാൽ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യിരെമ്യാവ് കാവൽപ്പുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുക, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് ദൈവം അവന് വേണ്ടി ഒരു വഴി തുറക്കുന്നത്. അവൻ പ്രതീക്ഷിക്കപ്പെടാത്ത വിധത്തിൽ, ചിന്തിക്കാത്ത വിധത്തിൽ ഒരു നന്മയുടെ വഴി അവൻ വേണ്ടി തുറക്കും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അങ്ങനെ അത് ദൈവാലോചന പ്രകാരമായതുകൊണ്ട് അവൻ ദൈവത്തോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവവികാസങ്ങളൊക്കെ, ഇത് മേടിച്ചുകൊണ്ട് വല്ല കാര്യവും ഉണ്ടോ, പ്രയോജനമുണ്ടോ? ദൈവം പറഞ്ഞു, ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കളുടെ ജീവിതത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ശക്തമായ പ്രതികൂലമാണ്. താങ്കളുടെ ചോദ്യം, ഞാൻ ഇതിൻ്റെ മധ്യത്തിൽ എങ്ങനെ നിലനിൽക്കും? താങ്കൾ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി ഒരു യിരെമ്യാവിനെ പോലെ നിലനിന്നാൽ ഇതിന് മധ്യേ താങ്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. താങ്കളുടെ ജീവിതത്തെ ദൈവം വ്യത്യാസപ്പെടുത്തും. താങ്കളുടെ ജീവിതത്തിൻ്റേതായ പരിതസ്ഥിതികൾ ശ്രദ്ധിച്ചാൽ, പശ്ചാത്തലം ശ്രദ്ധിച്ചാൽ, താങ്കളുടെ ജീവിതത്തിൽ നന്മ അനുഭവിക്കുവാനുള്ള, അനുഗ്രഹം അനുഭവിക്കാനുള്ള, ദൈവം അനുഭവിക്കാനുള്ള സാധ്യതകളില്ല. എന്നാൽ ദൈവകൃപയിൽ നിലനിന്നാൽ, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിന്നാൽ, ദൈവം താങ്കൾക്ക് വേണ്ടി ശത്രുക്കൾ കാണിട്ട് മേശയൊരുക്കുന്ന ദൈവമാണ്. താങ്കളെ മാനിക്കുന്ന ദൈവമാണ്. കാറ്റി അമരുക, കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ചവൻ സകല പ്രതികൂലത്തെയും ശാന്തമാക്കിയതിന് മധ്യേ ചെങ്കൽപ്പാതി ഒരുക്കി മാനിക്കുക തന്നെ ചെയ്യും. യേശു കർത്താവിനാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ?